അതെ, ഇന്ന് ഞങ്ങൾ സ്ട്രോബെറി പ്ലക്കിങ്ങിന് വന്നതാണ് കേട്ടോ. ഇവിടെ ലെംഗോയിൽ അടുത്ത് തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ജർമ്മനിയിൽ ഏപ്രിൽ അവസാനം മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിലാണ് കേട്ടോ സ്ട്രോബെറിയുടെ സീസൺ എന്ന് പറയുന്നത്. ഈ ഒരു സമയമായാൽ പിന്നെ ഇവിടെ നമുക്ക് ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ട്രോബെറി തോട്ടങ്ങൾ, സ്ട്രോബെറി പാടങ്ങളൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് ഇവിടുത്തെ സ്ട്രോബെറി തോട്ടങ്ങളിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സ്ട്രോബെറി കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫ്രീ എന്ന് കേട്ടാൽ നമ്മൾ മലയാളികൾ വിടത്തില്ലല്ലോ, സെയിം അവസ്ഥ. പിന്നെ സ്ട്രോബെറി പണ്ടേ എനിക്ക് വീക്ക്നെസ്സുമാണ്. നല്ല പിടി പിടിച്ചിട്ടുണ്ട്, തൊണ്ട വരെ നിറയണ അവസ്ഥയായിരുന്നു കേട്ടോ. അവസാനം എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ വിട്ടില്ല. ഇറങ്ങുന്നോളം വരെ ഇരുന്ന് തീറ്റ തന്നെയായിരുന്നു കേട്ടോ. നല്ല സ്ട്രോബെറീസ് ആയിരുന്നേ, നല്ല മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം കഴിക്കാനും പറ്റി. ഗബ്രിക്കും നല്ല ഇഷ്ടമായിട്ടോ, അവൾ നല്ലോണം കഴിക്കണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറീസിന് ഇത്രയും മധുരം ഉണ്ടാവാറില്ല. പക്ഷെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ നമുക്ക് ഈ പാടത്ത് പോയിട്ട് സ്ട്രോബെറി ഡയറക്റ്റ് നമ്മൾ പറിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടാറില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നല്ലോണം കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകട്ടെ, നമുക്ക് ഈ പറിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കൊണ്ടുപോകുന്നതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. കിലോയ്ക്ക് 4.9 ആണ് കേട്ടോ ഞാൻ കൊടുത്തത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇച്ചിരി പൈസ കൂടുതലായിട്ട് എനിക്ക് തോന്നിയെങ്കിലും പക്ഷേ അത്രയും നല്ല സ്ട്രോബെറീസ് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിൽ നഷ്ടമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.